അതായത് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സിനെ പറ്റിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ അക്സസറി ഫ്രൂട്ട് ഈസ് ദ വൺ വിച്ച് ഡെവലപ്സ് ഫ്രം എൻ ഓവറി ആൻഡ് തലാമസ് അൺഫെർട്ടിലൈസ്ഡ് ഓവറി ഇൻഫ്ലോറസൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓവറി ആൻഡ് തലാമസ് ആണ്. അക്സസറി ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓവറി അല്ലെങ്കിൽ തലാമസ് ഫ്രൂട്ടായിട്ട് മാറും. ഓവറി ആൻഡ് തലാമസ്. ഓക്കെ, ഇപ്പോൾ എ ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് ഫ്രം എൻ ഓവറി ഇറ്റ് ഈസ് കോൾഡ് എസ് സിമ്പിൾ ഫ്രൂട്ട്. ഇൻഫ്ലോറസൻസ് തന്നെ ഫ്രൂട്ടായിട്ട് മാറുകയാണെങ്കിൽ അതിനെന്ത് പറയും? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, പാർത്തനോകാർപ്പ് ഇസ് എ ഫ്രൂട്ട് formed from superior ovary, inferior ovary, consisting of ripened ovary and thalamus which does not possess seeds. അപ്പോൾ ഇതിൻ്റെ ആൻസർ which does not possess seeds ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബനാന ഒക്കെ പാർത്തനോകാർപ്പ് ഫ്രൂട്ടിന് എക്സാമ്പിൾസ് ആണ്. വൺ സീഡഡ് വിങ്ഡ് ഫ്രൂട്ട് ഈസ് ക്രിപ്സീലിയ, സെമേറ, ആക്കിനെ, നെട്ട്. അപ്പോൾ ആൻസർ സെമേറയാണ്. ഓക്കെ, വൺ സീഡഡ് വിങ്ഡ് ഫ്രൂട്ട് സെമേറ. ഇതിന് വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എ ഫ്രൂട്ട് ഓഫ് ഫാമിലി ഗ്രാമിനെ അല്ലെങ്കിൽ വീറ്റ് ഈസ് യൂഷ്വലി നട്ട്, ആക്കിനെ, കാരിയോപ്സിസ്, പോഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? കാരിയോപ്സിസ് ആണ്. ഓക്കെ, കാരിയോപ്സിസ് ഓർത്ത് വെക്കണം, കാരിയോപ്സിസ്. എ ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഓവറി ഓഫ് എ സിംഗിൾ ഫ്ലവർ ഈസ് അക്സസറി ഫ്രൂട്ട്, സിമ്പിൾ ഫ്രൂട്ട്, സിംഗിൾ ഫ്രൂട്ട്, സൂഡോകാർപ്പ്. സിമ്പിൾ ഫ്രൂട്ടാണ്. എ ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഓവറിയാണ് അല്ലേ, അതുകൊണ്ട് തന്നെ സിമ്പിൾ ഫ്രൂട്ടാണ്. നട്ട് ഫ്രൂട്ട് ഹാസ് ഹാർഡ് പെരിക്കാർപ്പ്, സോഫ്റ്റ് പെരിക്കാർപ്പ്, നോ പെരിക്കാർപ്പ്, പെരിക്കാർപ്പ് ഫ്യൂസ്ഡ് വിത്ത് തലാമസ്. നട്ട് ഫ്രൂട്ട് എന്താണ്? ഹാവ് ഹാർഡ് പെരിക്കാർപ്പ്. എഡബിൾ പാർട്ട് ഓഫ് കാഷ്യൂ നട്ട് ഈസ് കോട്ടിലിഡൻ, തലാമസ്, ഫ്ലഷി കാലിക്സ്, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ എഡബിൾ പാർട്ട് ഓഫ് കാഷ്യൂ നട്ട് എന്ന് പറയുന്നത് കോട്ടിലിഡൻസും ഇതിന് എഡബിൾ പാർട്ടാണ്, തലാമസും എഡബിൾ പാർട്ടാണ്. അപ്പോൾ ആൻസർ എന്താണ്? ബോത്ത് എ ആൻഡ് ബി. ആപ്പിൾ ഫ്രൂട്ട് ഈസ് കോൾഡ് പോം ബിക്കോസ് ഇറ്റ്സ് പെരിക്കാർപ്പ് ഈസ് ആബ്സെൻറ്റ്, ഫ്ലഷി ആൻഡ് ഡിഫറൻഷ്യേറ്റഡ്, ഫ്ലഷി ബട്ട് നോട്ട് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു എപ്പിക്കാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്, ഡ്രൈ ആൻഡ് ഡെഹിസെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? പോമാണ് അല്ലേ, ആപ്പിൾ ഫ്രൂട്ട് പോമിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പെരിക്കാർപ്പ് വന്നിട്ട് ഫ്ലഷിയാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു എപ്പിക്കാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. സി ആണ് ഇതിൻ്റെ ആൻസർ. ഇൻ കോക്കനട്ട് ദ എഡബിൾ പാർട്ട് ഈസ് എൻഡോസ്പേം. എൻഡോസ്പേം ആണ് എഡബിൾ പാർട്ട് എന്ന് പറയുന്നത്. മീസോകാർപ്പ് എന്താണ്? ഫൈബർ ഇറ്റ്സ് മീസോകാർപ്പ്. ഓക്കെ, നേരെ മറിച്ച് മാംഗോവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, മാംഗോയിൽ എഡബിൾ പാർട്ട് എന്ന് പറയുന്നത് മീസോകാർപ്പാണ്. ഓക്കെ, ഇൻ മാംഗോ എഡബിൾ പാർട്ട് ഈസ് മീസോകാർപ്പ്. മാംഗോ എഡബിൾ പാർട്ട് എന്ന് പറയുന്നത് മീസോകാർപ്പാണ്. കോക്കനട്ടിൽ എഡബിൾ പാർട്ട് എന്ന് പറയുന്നത് എൻഡോസ്പേമാണെന്ന് ഓർത്ത് വെക്കണം. ദ എൻഡോകാർപ്പ് ഈസ് സ്റ്റോണി ഇൻ ബെറി, ഡ്രൂപ്പ്, പോം, നട്ട്. ഡ്രൂപ്പ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫ്രൂട്ട് ടൈപ്പ് ഓഫ് ആപ്പിൾ, പിയർ, നോണാസ്? ഇതൊക്കെ പോമിൽ പെടുന്നതാണ്. പെപ്പോ ആണെങ്കിലോ കുക്കുംബർ അല്ലേ, വെള്ളരി, ഇതൊക്കെ പോമിൽ പെടുന്നതാണ്, പെപ്പോയിൽ പെടുന്നതാണ്. പെപ്പോ. ബെറി ആണെങ്കിലോ ടൊമാറ്റോ. ഓക്കെ, ഡ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് മാംഗോ, അതുപോലെ തന്നെ കോക്കനട്ടൊക്കെ ഡ്രൂപ്പിൽ പെടുന്നതാണ്. വാട്ട് ഈസ് ദ ഫ്രൂട്ട് ടൈപ്പ് ഓഫ് ടൊമാറ്റോ നോണാസ്? ബെറി. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഇൻഫ്ലോറസൻസ് ഓഫ് ബനാന? എയറോ, ക്യാപിറ്റുലം, സ്പാഡിക്സ്, അമ്പൽ. അപ്പോൾ സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് ആണ്. ബനാനയിലൊക്കെ സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് ആണ്. ഓക്കെ, ദ ഇൻഫ്ലോറസൻസ് ഓഫ് റൈസ് ഈസ് പാനിക്കിൾ ഇൻഫ്ലോറസൻസ് ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം, ഇൻഫ്ലോറസൻസ് ഓഫ് റൈസ് ഈസ് പാനിക്കിൾ എന്നുള്ളത്. ദ ഇൻഫ്ലോറസൻസ് ഓഫ് സൺഫ്ലവർ എന്താണ്? ക്യാപിറ്റുലമാണ്. വാട്ട് ഈസ് ഇൻഫ്ലോറസൻസ് ഓഫ് സൺഫ്ലവർ? ക്യാപിറ്റുലം എന്ന് ഓർത്ത് വെക്കുക. സെറ്റ് എഴുതുന്നവരും അതുപോലെ തന്നെ കേട്ടിട്ട് എക്സാം എഴുതുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്ത് പഠിച്ചിരിക്കണം. പിന്നെ ഇൻഫ്ലോറസൻസിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് റസീം, സ്പാനിക്കിൾ, സ്പൈക്ക് അങ്ങനെ ഇൻഫ്ലോറസൻസുകളുണ്ട്. അപ്പം ഇവിടെ റസീം ഇൻഫ്ലോറസൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എന്താണ്, യങ്ങർ ഫ്ലവേഴ്സൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ടിപ്പിൽ കാണാൻ പറ്റും. ഓൾഡർ ഫ്ലവേഴ്സൊക്കെ ബേസിലും കാണാൻ പറ്റും. ഇൻ ആൻ അക്രോപീറ്റൽ സക്സഷൻ. ഇതാണ് റസീം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. പാനിക്കിൾ എന്ന് പറയുന്നത് റൈസിൻ്റെ ഒക്കെ ഇൻഫ്ലോറസൻസ് പാനിക്കിളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രാഞ്ച്ഡ് റസീമാണ്.
ഓക്കെ, ബ്രാഞ്ച്ഡ് റസീമാണ്. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിലും ഓരോ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് പാനിക്കിൾ ഈസ് എ ബ്രാഞ്ച്ഡ് റസീം ഇൻ വിച്ച് ഈച്ച് ബ്രാഞ്ച് ഹാസ് മോർ ദാൻ വൺ ഫ്ലവർ. ഈച്ച് ബ്രാഞ്ച് ഹാസ് മോർ ദാൻ വൺ ഫ്ലവർ. അപ്പോൾ ഇതാണ് പാനിക്കിൾ ഇൻഫ്ലോറസൻസ്. സ്പൈക്ക് ആണെങ്കിലോ ഇതും റസീം തന്നെയാണ്. ബട്ട് ദ ഫ്ലവേഴ്സ് ഡെവലപ്പ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റെം. ഇവിടെ ഫ്ലവർ എന്ത് ചെയ്യും, സ്റ്റെമ്മിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്പൈക്ക്ലെറ്റ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. സ്പൈക്ക് ഓർ സ്പൈക്ക്ലെറ്റ്. ഇനി അടുത്തത് ഷുഗർ കെയിൻ്റെ ഒക്കെ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എയറോ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ്. എയറോ ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ് ഷുഗർ കെയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ. അങ്ങനെ ക്യാപിറ്റലം എന്ന് പറയുന്നത് സൺഫ്ലവറിൻ്റെ ഒക്കെ ഇൻഫ്ലോറസൻസ് ക്യാപിറ്റലേറ്റ് ഇൻഫ്ലോറസൻസ് ആണ്. അതായത് ഹെഡ് ഈസ് എ ക്യാപിറ്റലം ഈസ് എ ഷോർട്ട് ഡെൻസ് സ്പൈക്ക്. അപ്പോൾ ഇതാണ് ക്യാപിറ്റലം എന്ന് പറയുന്നത്. ഷോർട്ട് ഡെൻസ് സ്പൈക്കാണ്. ആൻഡ് ഇൻ വിച്ച് ഫ്ലവേഴ്സ് ആർ ബോൺ ഡയറക്ട്ലി ഓൺ ദ ബോർഡ്. ഇവിടെയാണ് ഫ്ലവേഴ്സ് കാണുന്നത്. ഓക്കെ, ഫ്ലാറ്റ് പെഡങ്കിൽ ഗിവിങ് ദി ഇൻഫ്ലോറസൻസ് ദ അപ്പിയറൻസ് ഓഫ് എ സിംഗിൾ ഫ്ലവർ. അപ്പോൾ എന്താണ്, ഒരു സിംഗിൾ ഫ്ലവറിൻ്റെ അപ്പിയറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലോറസൻസ് ആണ് ക്യാപിറ്റലം ഇൻഫ്ലോറസൻസ്. എക്സാമ്പിൾ സൺഫ്ലവർ. ഓക്കെ, സൺഫ്ലവറിൻ്റെ ഇൻഫ്ലോറസൻസ് വന്നിട്ട് ക്യാപിറ്റലമാണ്. പിന്നെ വേറെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസിമോസ് ഇൻഫ്ലോറസൻസ് ഉണ്ട്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അമ്പൽ ഷേപ്പ്. അമ്പൽ ഷേപ്പ് എങ്ങനെയാണ്, ദ ഇൻഫ്ലോറസൻസ് ഇൻ ദ ഷേപ്പ് ഓഫ് എൻ ഇൻവേർട്ടഡ് അംബർല. ഒരു ഇൻവേർട്ടഡ് അംബർലയുടെ ഷേപ്പാണ് ഇവിടെയുള്ളത്. ഹാവിങ് പെഡിസെൽസ് റേഡിയേറ്റിംഗ് ഫ്രം എ വൺ പോയിൻറ്റ്. ഒരു പോയിൻ്റിൽ നിന്നാണ് ഇവിടെ പെഡിസെൽസ് റേഡിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇത്തരത്തിലുള്ള ഇൻഫ്ലോറസൻസിനാണ് നമ്മൾ അമ്പൽ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. കാറ്റൻ ഇൻഫ്ലോറസൻസ് എന്താണ്, ഇലോങ്ങേറ്റഡ് ഇൻഫ്ലോറസൻസ് ആണ്. ഇലോങ്ങേറ്റഡ് ഇൻഫ്ലോറസൻസ് ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് വുഡി പ്ലാന്റ്. അപ്പോൾ ഇവിടെ ഇൻഫ്ലോറസൻസ് ഇലോങ്ങേറ്റഡ് ആണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എവിടെ ഉണ്ടാവുക, വുഡി പ്ലാന്റ്സിലൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. കാക്റ്റിൻ ഇൻഫ്ലോറസൻസ്. കൊറിയമ്പ് ഇൻഫ്ലോറസൻസ് ആണെങ്കിലോ ഫ്ലാറ്റ് ടോപ്പ്ഡ് ഓപ്പൺ ഫ്ലവർ ക്ലസ്റ്റർ ബ്ലൂമിങ് ഫ്രം ഔട്ട്സൈഡ് എഡ്ജസ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഫ്ലവേഴ്സ് ഒരേ നിരപ്പിൽ തന്നെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കേസ് എടുത്ത് കഴിയാൻ നമുക്കറിയാം കാണാൻ പറ്റുന്നതാണ്. ഓപ്പൺ ഫ്ലവേഴ്സ് ക്ലസ്റ്ററിങ് ഫ്രം ദ ഔട്ട്സൈഡ് എഡ്ജസ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൊറിയമ്പ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് അലസ്ക എയറോ. എക്സാമ്പിൾ കൊറിയമ്പ് ജസ്റ്റ് കൊറിയമ്പ് ഇൻഫ്ലോറസൻസ് എന്നാണെന്ന് ഓർത്ത് വെക്കുക. കാക്റ്റിൻ, അമ്പൽ ഇൻഫ്ലോറസൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ കോക്കനട്ടിലും ബനാനയിലൊക്കെ കാണപ്പെടുന്നതാണ് സ്പാഡിക്സ്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് ആണ്. സ്പാഡിക്സ്. ഓക്കെ, സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.